ജോർദാനിൽ വാദി റമ്മിലെ ക്യാമ്പും രാത്രി ആകാശ കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയിൽ വളരെ ക്ഷീണിതരായിട്ടാണ് കിടന്നതെങ്കിലും ഞങ്ങൾ അലാറം വെച്ച് 3:30-ക്ക് സ്കൈ വാച്ചിങ്ങിനായി എഴുന്നേറ്റു. കുട്ടികളെല്ലാവരും ആകാശ കാഴ്ച കാണാൻ എഴുന്നേറ്റു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ ഒരു വെളുത്ത പാൽപാത പോലെ ആകാശത്തിൽ തെളിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങളുടെ കൂടെ അന്ന് ക്യാമ്പിലുണ്ടായിരുന്ന അർജന്റീനക്കാരനായ അഗസ്റ്റീനോ ആണ് ഈ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. സ്റ്റാർലാബ്സ് എന്നാണ് ഇതിന്റെ പേര്. ദീർഘനേരം നക്ഷത്രങ്ങളുടെ സൂക്ഷ്മമായ ചലനങ്ങൾ പകർത്തി ഇതുപോലെ കാണിച്ചു തരുന്നതാണ് ടൈം ലാപ്സ് ഫുട്ടേജ്. ഭൂമിയിലെ ചൊവ്വ എന്നറിയപ്പെടുന്ന വാദി റമ്മിലെ സൂര്യോദയം കാണുക എന്നത് ജീവിതത്തിലെ വലിയ ഒരു അച്ചീവ്മെന്റായി ഞാൻ കരുതുന്നു. എല്ലാവരും ഉറക്കത്തിലായിരുന്നതിനാൽ അല്പനേരം യോഗ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതിനു പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു വാദി റമ്മിലെ പ്രഭാതം. പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആയതിനാലാകാം അദ്ദേഹം നന്നായിട്ട് വീഡിയോ കവർ ചെയ്തു. എ ബിഗ് താങ്ക്സ് ടു അഗസ്റ്റീനോ ആൻഡ് ഫാമിലി. ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിന്റെ കോമ്പൗണ്ടിലാണ് ഈ വലിയൊരു പാറ. അതിന്റെ മുകൾ ഭാഗം നിരപ്പല്ലാത്തതിനാൽ നിന്നുകൊണ്ടുള്ള യോഗ പോസുകൾ മാത്രമേ പാറയുടെ മുകളിൽ നിന്നും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏപ്രിൽ മാസമായിരുന്നിട്ടും രാവിലെ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു വാദി റമ്മിലേത്. ആദ്യത്തെ സൂര്യകിരണങ്ങൾ മരുഭൂമിയിൽ തട്ടുമ്പോൾ പ്രഭാതത്തിന്റെ മന്ത്രമണിഞ്ഞ് കുളിർ നിറഞ്ഞ വായു ശ്വസിച്ച് ഒരു പുതിയ ദിനത്തിന്റെ അല്ലെങ്കിൽ പുതിയ ജീവിതത്തിന് ആരംഭം കുറിക്കുന്ന പ്രകൃതിയുടെ അവർണ്ണനീയമായ സിംഫണി അത് ആസ്വദിക്കുക ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് ഞാൻ കരുതുന്നു. രാത്രിയിൽ കണ്ട നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവ എത്രയോ പ്രകാശവർഷങ്ങൾ താണ്ടി വരുന്ന വെളിച്ചമാണെന്ന് ഓർത്തുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ വിസ്തൃതിയിൽ ഞാൻ വെറും അണു ആണെന്നുള്ള അവബോധം യോഗാനുഭവത്തെ ആഴപ്പെടുത്തുന്നു. ഞാൻ യോഗ ചെയ്യുന്നത് കണ്ടപ്പോൾ അർജന്റീനക്കാർക്കും എന്റെ കൂടെ യോഗാഭ്യാസം നടത്തണം എന്നുള്ള ആഗ്രഹം ഉദിച്ചു. അങ്ങനെ ഒരുമിച്ചുള്ള ഞങ്ങളുടെ യോഗാഭ്യാസങ്ങൾ കൂടുതൽ എനർജി നൽകി. രാജാക്കന്മാർക്ക് നക്ഷത്രങ്ങൾ വഴികാട്ടിയായതും സ്റ്റാറിന് ഈ നാട് കൊടുക്കുന്ന പ്രാധാന്യവുമെല്ലാം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ വാദി റമ്മിൽ പുലർച്ചെ യോഗ ചെയ്തത് ശാരീരിക വ്യായാമത്തിനപ്പുറം മനസ്സിനെയും ആത്മാവിനെയും പുനരുജ്ജീവനം ചെയ്യുന്ന ഒരു ആത്മീയ അനുഭവമായി മാറി. സൂര്യന് അഭിമുഖമായി സൂര്യന്റെ ശക്തിയെ സ്വാഗതം ചെയ്ത് സൂര്യകിരണങ്ങൾ ശരീരത്തിലും മനസ്സിലും ഏറ്റു ചെയ്യുന്ന സൂര്യ നമസ്കാരം തീർച്ചയായും ശരീരത്തിനും മനസ്സിനും ഊർജം നൽകും. പ്രപഞ്ചവും പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതിനുള്ള ഏറ്റവും മനോഹരമായ സ്ഥലമാണ് വാദി റം. നഗരത്തിന്റെ തിരക്കുകളില്ലാതെ, തീവ്ര പ്രകാശ വലയങ്ങളില്ലാതെ തികച്ചും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ദിനം. യോഗ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ജെയ്തൻ സ്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായി മുന്നോട്ട് വന്നു. ഞങ്ങൾ താമസിച്ചത് ഷെക്രിയ ബെദ്വിൻ ലൈഫ് ക്യാമ്പിലാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. ഇതിലേക്കൂടെ പോയിട്ട് അതിലേക്കൂടെ പറഞ്ഞേ. ഇപ്പുറത്തോട്ട് നമ്മുടെ റൂമിന്റെ അങ്ങോട്ട്. ആ കാണുന്നതാണ് ബസ് ഹാൾ. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും അവിടെ ഒത്തുചേരും. ഉച്ചഭക്ഷണം ബുക്കിംഗിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതിനാൽ ഓർഡർ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രിയിൽ ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടും എല്ലാം നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. വിശാലമായ ഒരു ക്യാമ്പ് ഏരിയ, സിമന്റ് ചെയ്ത പാത്വേ ഉള്ളതിനാൽ സ്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു.
ജെയ്ഡന്റെ സ്കേറ്റിംഗ് അതിശയത്തോടെ അവരെല്ലാവരും നോക്കി നിന്നു. ഈ കാണുന്നതാണ് താമസിക്കുന്നതിനുള്ള ടെന്റുകൾ. എല്ലാ റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 2 or 3 സിംഗിൾ ബെഡുകൾ അല്ലെങ്കിൽ ഒരു ഡബിൾ ബെഡ് എന്നതാണ് ഓരോ ടെന്റുകളുടെയും സൗകര്യങ്ങൾ. ഉറങ്ങുവാനും മറ്റു പേഴ്സണൽ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് നമ്മൾ ടെന്റുകൾക്കുള്ളിൽ പ്രവേശിക്കുക. അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ലത് ഈ ക്യാമ്പിന്റെ കോമ്പൗണ്ട് തന്നെയാണ്. വിസിറ്റേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഷക്രിയ ബെദുവിൻ ലൈഫ് ക്യാമ്പിന്റെ കോമ്പൗണ്ട്. ക്യാമ്പിന്റെ 3 ഭാഗവും വലിയ മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അഗസ്തീനോ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അതാ വളരെ ദൂരം നടന്നെത്തിയിരിക്കുന്നു. ജെഫിൻ ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്. സ്കേറ്റ് ബോർഡുമായിട്ടാണ് അവന്റെ യാത്ര. ഇരുന്നും കിടന്നുമെല്ലാം അവർ സ്കേറ്റ് ബോർഡ് എൻജോയ് ചെയ്യുകയാണ്. യോഗയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്കേറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതും ഭയങ്കര ഭാഗ്യമായി കരുതുന്നു. സ്കേറ്റിംഗ് വെറും ഒരു എക്സസൈസോ ആസ്വാദന മാർഗമോ മാത്രമല്ല, സമ്മർദ്ദങ്ങളെ മറക്കാനും ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കാനുമുള്ള പ്രേരണ നൽകുന്നു. നടക്കുമ്പോഴും ഓടുമ്പോഴും ആസ്വദിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഒഴുകി നടന്ന് ചുറ്റോട് ചുറ്റും ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വ്യായാമത്തെക്കാൾ ഉപരിയാണ്. ജെർലും ജെഫിനും മലമുകളിൽ കയറുന്നതിനായി പോയി. ഷൈബിയാണെങ്കിൽ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. പായ്ക്കിംഗ് എല്ലാം തകൃതിയായി നടക്കുന്നു. ആ കാണുന്ന മലയുടെ മുകളിൽ ചെന്നിട്ടാണ് അവർ തിരികെ വന്നത്. 7:30 ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണെന്നുള്ള വിവരമറിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റിനായി തയ്യാറെടുത്തു. വാദി റമ്മിന്റെ എക്കോ അഡ്വഞ്ചർ ടൂറിസം ആസ്വദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു ഞങ്ങളുടെ ബുക്കിങ്ങിൽ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ക്യാമ്പ് ജീവനക്കാരോടും അർജന്റീനക്കാരോടും നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.